പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയും തെറ്റും അടയാളപ്പെടുത്താനായിരുന്നു. പുരുഷൻ്റെ അണിയിൽ സുന്നത്തായ ആഭരണം ഒരു വെള്ളിമോതിരം. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കഅബ. ജംഉം കസറും അനുവദനീയമായ യാത്രയുടെ ദൂരം 133 കിലോമീറ്റർ. തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത് ഉറങ്ങി എണീച്ചതിന് ശേഷം. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ്? 20 റക്അത്താണ് അല്ലേ. 6ാമത്തെ ക്വസ്റ്റ്യന് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ് ഉത്തരം വരിക? സലാമിൻ്റെ അല്പം മുമ്പ് എന്നാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ യോജിച്ചോ ചേർക്കാനാണ്. ഫസ്റ്റത്തെ എന്താണ്? പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. 2ാമത്തത് സഹവിൻ്റെ സുജൂദ് സുന്നത്താണ് അല്ലേ. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തിൻ്റെ ഷർത്താണ് എന്ത്? കിബിലക്ക് മുന്നിടുക. 4 തറാവീഹ് നിസ്കാരത്തിൽ സുന്നത്ത് ജമാഅത്ത്, അതായത് ജമാഅത്താണ് തറാവീഹ് നിസ്കാരത്തിൽ സുന്നത്ത്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കലാണ് കസർ. 6ാമത്തത് റമദാനിലെ അവസാന പകുതിയിലെ വിത്ർ സുന്നത്താണ്. സുന്നത്തുള്ളത് ഏതിലാണ്? കുനൂത്തിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പേജ് നമ്പർ 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് കുനൂത്ത് എന്നാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ അടുത്ത ക്വസ്റ്റ്യനും 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ആശയം എഴുതാനാണ്. അൽ വിത്രു അല കുല്ലി മുസ്ലിമിൻ, അതായത് വിത്ര എല്ലാ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. പിന്നത്തേത് എന്താണ്? മൻ കാമ റമദാന ഈമാൻ വഹ്തിസാബൻ ഉഫ്ര ലഹു മാ ഖദ്ദംതു മിന ദൻബി. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമദാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. പിന്നെ 3ാമത്തത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന യുസല്ലി ഫി റമദാൻ 20 റക്അത്തൻ സിവൽ വിത്ർ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അടുത്ത ഉത്തരം എഴുതാനാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് എങ്ങനെ മുന്നിടാം? മുഖം, ഉള്ളൻകാല് എന്നിവ കൊണ്ട് അല്ലേ. സഹവിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കൗലിയായ കാര്യങ്ങളിൽ സ്ഥാനം മാറ്റിയിട്ട് ചെയ്താൽ അല്ലേ. അതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. തഹീറിൻ്റെ നിബന്ധനകളിൽ ഒന്ന് 2 നിസ്കാരവും പൂർത്തിയായി വരെ യാത്രയിലായിരിക്കാമെന്നല്ലേ. അടുത്ത് നോക്കാം. വിധികൾ എഴുതുക എന്നുള്ള ആക്ടിവിറ്റിയാണ് 5ാമത്തേത്. അപ്പോൾ അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയ്തതിന് ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കലിൻ്റെ വിധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? കറാഹത്താണ് അല്ലേ. 2ാമത്തേത് സ്വലാത്തുൽ വിത്ർ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ എന്താണ്? അതും കറാഹത്താണ്. 3 ഇമാം സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമും ചെയ്യൽ എന്താണ്? നിർബന്ധമാണ് അല്ലേ. 4ാമത്തേത് എന്താണ്? പുരുഷന് കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചി ഇടൽ ഹറാമാണ് അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അർത്ഥം എഴുതാനുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാതും ഇന്നത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6ാമത്തെ ആക്ടിവിറ്റിയാണ് വ്യക്തമാക്കുക എന്നുള്ളത് കേട്ടോ. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്താണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്? മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാ ഭാഗവും അല്ലേ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. ആരാണ് നിസ്കരിക്കേണ്ടത്? ചെരിഞ്ഞല്ല, നമുക്ക് സാധ്യമാകുന്ന ദിശയിലേക്ക് തിരിഞ്ഞിട്ട് കിടക്കേണ്ടത് ആരാ? രോഗം കാരണത്താൽ കിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യനാണ് ജംഉ തഖ്ദീം. എന്താണ്? അസർ ളുഹറിൻ്റെയും ഇശാ മഗ്‌രിബിൻ്റെയും സമയത്തേക്ക് ഒന്നിച്ച് നിസ്കരിക്കൽ. അതാണ് ജംഉ തഖ്ദീം. അടുത്ത 4ാമത്തേത് തറാവീഹ് എന്ന പേര് ലഭിക്കാൻ കാരണം എന്താണ്? സ്വഹാബത്ത് ഓരോ 4 റക്അത്തിന് ശേഷം വിശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറും നമ്മൾ ഇടുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.